മലപ്പുറം കാളികാവിലേക്കാണ്. അവിടെ കടുവാ ദൗത്യം തുടരുന്നതിനിടെ ഏകോപന ചുമതലയുള്ള DFOയ്ക്ക് സ്ഥലം മാറ്റം. നിലമ്പൂർ സൗത്ത് DFO ജി ധനിക് ലാലിനെയാണ് തിരുവനന്തപുരം ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് സ്ഥലം മാറ്റിയത്. സർക്കാരിന്റെ മുഖം രക്ഷിക്കാനുള്ള നീക്കം എന്നാണ് ആക്ഷേപം. കടുവാ ദൗത്യത്തെ ബാധിക്കുമെന്ന് ഡോക്ടർ അരുൺ സക്കറിയ തുറന്നടിച്ചു. അതേസമയം വനംവകുപ്പിന്റെ ക്യാമറയിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞതോടെ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. കടുവയെ പിടികൂടുന്നതിനുള്ള ശ്രമം 3-ാം ദിവസത്തിലേക്ക് കടന്നപ്പോഴാണ് ദൗത്യം ഏകോപിപ്പിക്കുന്ന DFOയ്ക്ക് സ്ഥലം മാറ്റം. വനംവകുപ്പിന് ഉള്ളിൽ തന്നെ ഈ സ്ഥലം മാറ്റത്തെ സംബന്ധിച്ച് അമർഷം കടുക്കുകയാണ്. ഇതിൽ വനം മന്ത്രിയുടെ വാക്കുകൾ ആദ്യം കേൾക്കാം. DFOമാരെ മാറ്റേണ്ട സമയത്ത് മാറ്റും, ചില ഘട്ടങ്ങളിൽ മാറ്റേണ്ടി വരും, പിന്നെ ഡ്യൂട്ടിയുടെ ഭാഗമായി മാറ്റേണ്ടി വരും. അവർക്ക് തലസ്ഥാനത്ത് ഹെഡ്ക്വാർട്ടറിൽ അവർക്ക് ഡ്യൂട്ടി കൊടുക്കേണ്ടതുകൊണ്ട് അവരെ മാറ്റി, അത്രയേ ഉള്ളൂ. ഉന്നത തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിലാണ് അവിടെ ഓപ്പറേഷൻ നടക്കുന്നത്. അതിന് ഈ ട്രാൻസ്ഫർ യാതൊരു തരത്തിലും ബാധകമാവില്ല. അതായത് കാളികാവ് മേഖലയിൽ കടുവയുണ്ട് എന്ന് രേഖാമൂലം തന്നെ പരാതി ലഭിച്ചിട്ടും വേണ്ട നടപടി എടുത്തില്ല എന്നുള്ളതാണ് DFOയ്ക്കെതിരെയുള്ള ആരോപണം. എന്നാൽ ഇവിടെ കടുവയുടെ സാന്നിധ്യമുണ്ടെന്നും ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ കൂടുകൾ സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് 2 തവണ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് DFO ധനിക് ലാൽ കത്ത് നൽകിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഇതിന് ഒരു മറുപടിയും തിരിച്ചു ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥനെ ബലിയാടാക്കി സർക്കാരിന്റെ മുഖം രക്ഷിക്കാനുള്ള നടപടി എന്ന ആക്ഷേപം സേനയ്ക്കുള്ളിൽ തന്നെ കടുക്കുകയാണ്. കാളികാവ് ദൗത്യത്തെ ബാധിക്കുമെന്ന് തുറന്നടിച്ച് ഡോക്ടർ അരുൺ സക്കറിയ. ബാധിക്കും, തീർച്ചയായിട്ടും ബാധിക്കുമല്ലോ. പുള്ളിയാണല്ലോ അത് ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്, പുള്ളിയാണല്ലോ. ഇതിനൊരു സെറ്റ് ബാക്ക് ഉണ്ട്, കുഴപ്പമുണ്ട്. അല്ല, അതെനിക്കറിയില്ല, അത് ഗവൺമെൻറ് തീരുമാനമല്ലേ, ഡിസിഷൻസ് അല്ലേ. പക്ഷെ നമ്മളൊരു ഓപ്പറേഷൻ, അത് ഒരു ചെറിയൊരു ഹീസ് ലീഡിങ് ദാറ്റ്. ACF K രാഗേഷിനാണ് പകരം നിലമ്പൂർ സൗത്ത് ഡിവിഷന്റെ ചുമതല. കടുവാ ദൗത്യത്തിന് നാഥനില്ലാതെയാകരുതെന്ന് AP അനിൽകുമാർ MLA പ്രതികരിച്ചു. ആ 2 മാസത്തിനിടയിൽ തന്നെ നിർഭാഗ്യകരമായ കാര്യം സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ വീഴ്ച വന്നു എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് ആ വീഴ്ച വന്നത് അത് അംഗീകരിച്ചേ പറ്റൂ. അത് ആരെയും മേലെ ചുമലിൽ കെട്ടിവെച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഇനി എത്രയും പെട്ടെന്ന് കടുവയെ പിടിക്കുക, ഇനി ഇത്തരത്തിലുള്ളൊരു ദുരന്തം ഇല്ലാതിരിക്കുക, മനുഷ്യജീവന് അപകടം പറ്റുന്ന സാഹചര്യം ഉണ്ടാവാതിരിക്കുക, അതിനു വേണ്ടിയുള്ള അടിയന്തര ഇടപെടലാണ് വേണ്ടത്. അതേസമയം വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ കടുവയുടെ ചിത്രം പതിഞ്ഞത് തിരച്ചിലിന് പ്രതീക്ഷയായി. ഗഫൂറിനെ കടുവ പിടിച്ച സ്ഥലത്ത് സ്ഥാപിച്ച ക്യാമറയിലാണ് ഈ ചിത്രം പതിഞ്ഞത്. ഡ്രോൺ പരിശോധന ഇന്നും നടന്നു. കടുവയുള്ള സ്ഥലം കൃത്യമായി തിരിച്ചറിയുക എന്നുള്ളതാണ് ഇനിയുള്ള വെല്ലുവിളി. അങ്ങനെ കണ്ടെത്തിയാൽ മയക്കുവെടി വയ്ക്കുന്നതിനുള്ള സംഘം സജ്ജമാണ്. 2 സ്ഥലത്ത് കൂടുകളും സ്ഥാപിച്ചിട്ടുണ്ട്. CCF ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ കാളികാവിൽ ക്യാമ്പ് ചെയ്യുന്നു. ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചതോടെ ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് സാധാരണ തൊഴിലാളികൾ. ഒരു മനുഷ്യന്റെ ജീവൻ പോയപ്പോൾ വന്നു. ഞങ്ങൾക്കിപ്പോൾ മലയുടെ പണിക്ക് പോകണല്ലോ. ഞങ്ങൾക്ക് അതിനെ കൊന്നുങ്ങൾ ഞങ്ങൾക്ക് ഈ നാട്ടുകാർക്ക് കാണിച്ചു കൊടുത്തിട്ടേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഈ തൊഴിലാളികൾക്ക് ഭക്ഷ്യക്കിറ്റ് നൽകാൻ ഇന്ന് കാളികാവിൽ ചേർന്ന സർവകക്ഷി യോഗം തീരുമാനിച്ചു. അടിക്കാടുകൾ എത്രയും വേഗം വെട്ടാനും യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ഒരു വശത്ത് കടുവയെ പിടികൂടുന്നതിനുള്ള ശ്രമം ഊർജിതമായി നടക്കുന്നു. മറുവശത്ത് ഇതെല്ലാം ഏകോപിപ്പിക്കുന്ന DFOയ്ക്ക് സ്ഥലം മാറ്റവും. ഈ ദൗത്യം കഴിയുന്നതുവരെയെങ്കിലും കാത്തിരുന്നൂടെ എന്നാണ് ജനങ്ങളുടെ ചോദ്യം. കടുവയുടെ സാന്നിധ്യം സ്ഥലത്ത് സ്ഥിരീകരിച്ചതോടെ ഇനിയുള്ള മണിക്കൂറുകൾ നിർണായകവുമാണ്. അർഷക്കിനൊപ്പം വിപിൻ C വിജയൻ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. കടുവയെ എത്രയും വേഗം പിടികൂടണമെന്ന ആവശ്യം നാട്ടുകാർ ഉന്നയിക്കുന്നത് പോലെ തന്നെ YouTube കമന്റുകളിലും അത്തരമൊരു ആവശ്യം ഇപ്പോൾ നിറയുന്നുണ്ട്.